മലയാളി സ്വദേശി കുവൈറ്റിൽ ഗാർഹിക പീഡനത്തിനിരയായി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ വീട്ടിൽ പീഡനത്തിനിരയായ ആലപ്പുഴ സ്വദേശിനിക്ക് മോചനം. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ഇവർക്ക് മോചനം ലഭിച്ചത്. കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചതിനെ തുടർന്ന് കുവൈറ്റിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ അജ്ബാക് നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. തുടർന്ന് ഇവർ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുകയായിരുന്നു. അതിനുശേഷം ഇവരുടെ നിയമപരമായ രേഖകൾ തയ്യാറാക്കി വിമാന ടിക്കറ്റും നൽകി നാട്ടിലേക്ക് തിരിച്ചു പോകുവാൻ സൗകര്യമൊരുക്കി. അവരുടെ വാക്കുകളിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷീജ സുമാരൻ എന്നാണ്. ആലപ്പുഴ ജില്ലയിൽ മുതുകുളത്താണ് എൻ്റെ വീട്. 3 മാസങ്ങൾക്ക് മുമ്പ് വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം ഒരു ഏജൻസിയുടെ സഹായത്താൽ ജീവിതം കരപിടിപ്പിക്കുന്നതിന് വേണ്ടി കുവൈറ്റിലേക്ക് ഞാൻ വിമാനം കയറി. അവിടെ ചെന്ന നാൾ മുതൽ ഞാൻ അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഗതികേട് കൊണ്ട് പിടിച്ചു നിൽക്കാൻ വരെ അവസാന ശ്രമം വരെയും ഞാൻ നോക്കി. നടക്കാത്ത അവസ്ഥയിൽ കുവൈറ്റിൽ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്ത്യൻ എംബസിയിൽ അഭയം പ്രാപിച്ചു. അവിടെ 30 ദിവസത്തിലധികം ഞാൻ എംബസിയുടെ ഷെൽട്ടറിൽ കിടന്നു. നാട്ടിലേക്ക് പോകാനുള്ള വഴി എനിക്ക് തുറന്നില്ല. ആ സമയത്താണ് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല സാറിനെ എൻ്റെ ബന്ധുക്കൾ വിവരമറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളെ വിവരമറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൻ്റെ വേഗത്തിൽ കാര്യങ്ങൾ നോക്കി കുവൈറ്റിൽ കൊടുത്തിരുന്ന കേസ് എല്ലാം പിൻവലിപ്പിച്ചു. യാത്രയ്ക്കുള്ള എല്ലാവിധ സഹായങ്ങളും, അതായത് വെള്ള പാസ്പോർട്ട്, എയർ ടിക്കറ്റ്, ആലപ്പുഴ അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ശരിയാക്കി എന്നെ നാട്ടിലെത്തിച്ചു. ഞാൻ എന്നും ശ്രീ രമേശ് ചെന്നിത്തല സാറിനോടും ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളോടും എൻ്റെയും കുടുംബത്തിൻ്റെയും കടപ്പാട് അറിയിക്കുന്നു. നന്ദി.